അകത്ത് ഇപ്പം നമ്മൾ ജനറലി ഈ പറഞ്ഞ പടങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഹിന്ദിയിലൊരു പടം കണ്ടായിരുന്നു, തക്ദീർ വാല എന്ന് പറഞ്ഞു, വെങ്കടേഷ്. ഹിന്ദിയിൽ ഓ മൈ ഗോഡ് കണ്ടിട്ടില്ലേ? ഇല്ല, അത് കണ്ടിട്ടില്ല. അക്ഷയ് കുമാറിന്റെ അധികം കണ്ടിട്ടില്ല. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനത്തെ സ്റ്റോറീസ്, ഫാന്റസി സ്റ്റോറീസ് വരുമ്പോഴത്തേക്ക് ഹ്യൂമറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹ്യൂമറിനാണ് മൊത്തം കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ ഈ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന് എല്ലാ കാര്യങ്ങളും നടക്കും ദൈവം വന്നു കഴിയുമ്പോൾ. അപ്പൊ അത് ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചെറിയ ചെറിയ ഹ്യൂമർ ആണുള്ളത്. അല്ലാണ്ട് നമ്മളിപ്പം ബാക്കിയുള്ള സിനിമകളിലെ പോലെ ഭയങ്കര അട്ടഹസിച്ചിരിക്കാൻ പറ്റിയ ഒരുപാട് ഫാന്റസി എലിമെന്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഇല്ല, മാജിക് പരിപാടികളില്ല, അതൊന്നുമില്ല. നമ്മളിതിനകത്ത് ഇപ്പൊ സണ്ണിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതൊരു ഫാന്റസി ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ വേറൊരു ക്യാരക്ടർ, നമ്മുടെ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ആക്ടർ ചെയ്യുന്നത്, അതൊരു ഫാന്റസി ക്യാരക്ടറാണ്. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ തക്ദീർ വാലയിലൊക്കെ മോർ ദാൻ 2, 3, 4 ഫാന്റസി ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ട് പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന കുറെ കോമഡി സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഈ സിനിമ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ തോന്നും.